നിയമത്തിന് തെറ്റുപറ്റാം, പോലീസിന് തെറ്റുപറ്റാം, പക്ഷേ കണക്കുകൾക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ നഗരം ശാന്തമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3 പേർ അപ്രത്യക്ഷരായിരിക്കുന്നു. അവർ അവശേഷിപ്പിച്ചത് ഒരു തുണ്ട് കടലാസ് മാത്രമാണ്. അതിൽ രക്തം കൊണ്ട് വരച്ച ഒരു ചതുരം. ഇരകളെ കൊല്ലുന്നതിനു മുൻപ് അവരുടെ മരണം പ്ലാൻ ചെയ്യുന്ന ഒരു കുരകൻ. അവനെ പിന്തുടരുന്ന കേരള പോലീസിലെ ഏറ്റവും മൂർച്ചയുള്ള ബുദ്ധി ഡിവൈഎസ്പി ആര്യൻ നമ്പ്യാർ. ഈ വേട്ട തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കഥയുടെ തുടക്കം പുലർച്ചെ 3 മണി. കൊച്ചി കടപ്പുറത്തെ പഴയ ലൈറ്റ് ഹൗസിന് സമീപം ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാറിനുള്ളിൽ ആരുമില്ല. പക്ഷേ ഡ്രൈവർ സീറ്റിൽ ഒരു കറുത്ത റോസാപ്പൂവ് വച്ചിട്ടുണ്ട്. അത് നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ ശേഖർ വർമ്മയുടെ കാറായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി ആര്യൻ നമ്പ്യാർ കാറിനുള്ളിലേക്ക് ടോർച്ചടിച്ചു. അയാളുടെ നിരീക്ഷണ പാടവം സാധാരണ പോലീസുകാരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അയാൾ നോക്കിയത് സീറ്റിലല്ല, മറിച്ച് കാറിൻ്റെ റിയർവ്യൂ മിററിലേക്കാണ്. അതിൽ ലിപ്സ്റ്റിക് കൊണ്ട് ഒരു നമ്പർ എഴുതിയിരിക്കുന്നു: 7412-9. സർ, ഇത് വല്ല ഫോൺ നമ്പറുമാണോ? സിവിൽ പോലീസ് ഓഫീസർ വിനു ചോദിച്ചു. അല്ല വിനു, ഇതൊരു ജിയോ കോർഡിനേറ്റ് ആണ്. അയാൾ നമ്മളെ എങ്ങോട്ടാണ് വിളിക്കുന്നത്? ആര്യൻ ശാന്തനായി പറഞ്ഞു. ആ നമ്പറുകൾ പിന്തുടർന്ന് അവർ എത്തിയത് നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ ക്ലോക്ക് ടവറിന് മുന്നിലാണ്. ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു മണിമുഴക്കം കേട്ടു. കൃത്യം 4 മണി. മണി മുഴങ്ങിയതോടെ ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു വലിയ ബാനർ താഴേക്ക് വീണു. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു: ആദ്യത്തെ കണക്ക് പിഴച്ചിരിക്കുന്നു, 30 മിനിറ്റ്. 30 മിനിറ്റിനുള്ളിൽ അടുത്ത മണി മുഴങ്ങും. അത് ശേഖർ വർമ്മയുടെ മരണമണിയായിരിക്കും. ആര്യൻ ടവറിനുള്ളിലേക്ക് ഓടിക്കയറി. അവിടെ അയാൾ കണ്ടത് ശേഖർ വർമ്മയെ ഒരു വലിയ ക്ലോക്കിൻ്റെ ഗിയറുകൾക്കിടയിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ക്ലോക്കിലെ ഓരോ സെക്കൻഡ് സൂചി ചലിക്കുമ്പോഴും ആ ഇരുമ്പ് ഗിയറുകൾ ശേഖറിൻ്റെ ശരീരത്തിലേക്ക് അടുത്തു വരുന്നു. ക്ലോക്കിൻ്റെ ചുമരിൽ ചോക്കുകൊണ്ട് ഒരു സമവാക്യം എഴുതിയിട്ടുണ്ട്. സർ, നമുക്ക് ഈ കയർ അറുത്തുമാറ്റാം. വിനു മുന്നോട്ടാഞ്ഞു. നിൽക്ക് വിനു, ആര്യൻ അലറി. ആ കയറിൽ തൊട്ടാൽ ഈ ഗിയറുകളുടെ വേഗത വർദ്ധിക്കും. ഇതൊരു മെക്കാനിക്കൽ ട്രാപ്പാണ്. ആ സമവാക്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് ക്ലോക്കിൻ്റെ ലിവറിൽ സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് നിർത്താൻ കഴിയൂ. സമയം അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. ശേഖർ വർമ്മയുടെ കരച്ചിൽ ആ കെട്ടിടത്തിനുള്ളിൽ പ്രതിധ്വനിച്ചു. ആര്യൻ ആ ഭിത്തിയിലെ കണക്കിലേക്ക് സൂക്ഷിച്ചു നോക്കി. അത് വെറുമൊരു കണക്കല്ല, അതൊരു പേരായിരുന്നു. 30 മിനിറ്റ്. മരണം ഒരു യന്ത്രമായി മാറുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതിനെ തോൽപ്പിക്കാൻ കഴിയുമോ? ശേഖർ വർമ്മയുടെ ശരീരത്തിന് തൊട്ടടുത്ത് ആ ഇരുമ്പ് ഗിയറുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു തെറ്റായ നീക്കം, അത് ശേഖറിൻ്റെ അന്ത്യമായിരിക്കും. പക്ഷേ ആര്യൻ നമ്പ്യാർ നോക്കുന്നത് മരണത്തിലേക്കല്ല, മറിച്ച് ഭിത്തിയിലെ ആ സമവാക്യത്തിലേക്കാണ്. കഥ തുടരുന്നു. ക്ലോക്ക് ടവറിനുള്ളിൽ ഭീകരമായ നിശബ്ദത. ഗിയറുകൾ കറങ്ങുന്ന ടിക് ടിക് ശബ്ദം മാത്രം കേൾക്കാം. ആര്യൻ ആ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന സമവാക്യം വീണ്ടും പരിശോധിച്ചു. x = ബ്രാക്കറ്റ് ഓപ്പൺ സിഗ്മ 14/5/2019 ബ്രാക്കറ്റ് ക്ലോസ് ബാർ ഡെൽറ്റ. വിനു, ലാപ്ടോപ്പ് എടുക്കൂ. 2019 മെയ് 14 കൊച്ചിയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗം നോക്കൂ. ആര്യൻ ആ ജിയോ കോർഡിനേറ്റുകളുമായി ആ തീയതിയെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. വിനു വേഗത്തിൽ വിവരങ്ങൾ തിരഞ്ഞു. സർ, അന്ന് കൊച്ചിയിലെ ഒരു പ്രമുഖ ആർക്കിടെക്ട് സ്ഥാപനത്തിൽ വലിയൊരു തീപിടുത്തം നടന്നിരുന്നു. 3 പേർ മരിച്ചു. കേസ് ഫയലിൽ അതൊരു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര്യൻ്റെ കണ്ണുകൾ തിളങ്ങി. ഷോർട്ട് സർക്യൂട്ട് അല്ല, അതൊരു കൊലപാതകമായിരുന്നു. ആ ആർക്കിടെക്ട് സ്ഥാപനത്തിൻ്റെ പേര് ഡെൽറ്റ എന്നായിരുന്നില്ലേ? അതെ സർ. എങ്ങനെ മനസ്സിലായി? ആ സമവാക്യത്തിലെ ചിഹ്നം ഡെൽറ്റ ആണ്. ആ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 3. അപ്പോൾ x = 3. ആര്യൻ വേഗത്തിൽ ക്ലോക്കിൻ്റെ സൈഡിലുള്ള ലിവറിൽ 3 എന്ന അക്കത്തിലേക്ക് തിരിച്ചു. പെട്ടെന്ന് ആ വലിയ ഗിയറുകൾ നിശ്ചലമായി. ശേഖർ വർമ്മ ബോധരഹിതനായി താഴേക്ക് വീണു. വിനു ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു. സർ, നമ്മൾ ജയിച്ചു. വിനു ആശ്വസിച്ചു. പക്ഷേ ആര്യൻ സന്തോഷവാനായിരുന്നില്ല. അവൻ ആ ഭിത്തിയിലെ എഴുത്തിൻ്റെ താഴെ മറ്റൊരു ചെറിയ വര കണ്ടു.
ആ ചുവരിൽ ഒരു രഹസ്യ അറ പതുക്കെ തുറന്നു വന്നു. അതിനുള്ളിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. ആര്യൻ പ്ലേ ബട്ടൺ അമർത്തി. ഒരു വികൃതമായ ശബ്ദം മുറിയിൽ മുഴങ്ങി. നന്നായിരിക്കുന്നു ആര്യൻ. ആർക്കിടെക്റ്റുകൾ മരിക്കാറില്ല, അവർ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നീ ശേഖർ വർമ്മയെ രക്ഷിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അവൻ വെറുമൊരു സാക്ഷിയായിരുന്നു. യഥാർത്ഥ ഇര ഇപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്നു. 15 മിനിറ്റ്. നിനക്ക് പറക്കാൻ ചിറകുകളുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടെത്താം. ആര്യൻ നമ്പ്യാർ സ്തംഭിച്ചുപോയി. ശേഖറിൻ്റെ വീട്. അയാളുടെ മകൾ മീര അവിടെ തനിച്ചാണ്. അവർ ടവറിൽ നിന്ന് താഴേക്ക് ഓടി. പക്ഷേ പുറത്തെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആര്യൻ്റെ ജീപ്പിൻ്റെ 4 ടയറുകളും കുത്തിക്കീറിയിരിക്കുന്നു. ആ പ്രദേശം വിജനമാണ്. ഒരു ടാക്സി പോലും കിട്ടാൻ സാധ്യതയില്ല. സമയം 15 മിനിറ്റ് മാത്രം. നഗരത്തിൻ്റെ മറുഭാഗത്താണ് ശേഖറിൻ്റെ ബംഗ്ലാവ്. സർ, നമ്മൾ എന്തു ചെയ്യും? 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്താൻ സാധിക്കില്ല. വിനു പരിഭ്രമിച്ചു. ആര്യൻ ചുറ്റും നോക്കി. അടുത്തുള്ള റെയിൽവേ ട്രാക്കിലൂടെ ഒരു ചരക്ക് തീവണ്ടി സാവധാനം നീങ്ങുന്നുണ്ടായിരുന്നു. അത് പോകുന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ്. വിനു, ഓടിക്കോ, നമുക്ക് ആ ട്രെയിനിൽ കയറണം. മിനിറ്റുകൾക്ക് സെക്കൻഡുകളുടെ വിലയുള്ള സമയം. ഒരു വശത്ത് തകരാറിലായ ജീപ്പ്, മറുവശത്ത് മരണം കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി. നിയമത്തിൻ്റെ വഴിവിട്ട് സമയത്തോടുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ ആര്യൻ തിരഞ്ഞെടുത്തത് ചരക്ക് തീവണ്ടിയുടെ ആ വേഗതയായിരുന്നു. പക്ഷേ കൊലയാളി ഇതിനോടകം തന്നെ മീരയുടെ വാതിലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആര്യനും വിനുവും ഓടിക്കൊണ്ടിരുന്ന ചരക്ക് തീവണ്ടിയിലേക്ക് വലിഞ്ഞു കയറി. കാറ്റ് ആര്യൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ മൊബൈലിൽ മീരയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ സിഗ്നലില്ല. സർ, ഇനി 8 മിനിറ്റ് കൂടി. വിനു തൻ്റെ വാച്ചിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ട്രെയിൻ നഗരത്തിൻ്റെ വക്കിലുള്ള പഴയ പാലത്തിന് മുകളിലെത്തിയപ്പോൾ ആര്യൻ താഴേക്ക് നോക്കി. താഴെ പുഴയിലൂടെ ഒരു സ്പീഡ് ബോട്ട് ചേറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വിനു, നമ്മൾ ഇവിടെ ഇറങ്ങണം. ഇവിടെയോ? സർ, ഇത് പാലമാണ്. ആര്യൻ ഒന്നും ചിന്തിച്ചില്ല. ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടി. പിന്നാലെ പേടിയോടെ വിനുവും. തണുത്ത വെള്ളത്തിലേക്ക് വീണ ആര്യൻ വേഗത്തിൽ നീന്തി സ്പീഡ് ബോട്ടിനരികിലെത്തി. അത് നഗരത്തിലെ ഒരു ഫിഷറീസ് ഗാർഡിൻ്റെ ബോട്ടായിരുന്നു. ആര്യൻ ID കാർഡ് കാണിച്ച് ബോട്ട് ഏറ്റെടുത്തു. കൃത്യം 14-ാം മിനിറ്റിൽ അവർ ശേഖർ വർമ്മയുടെ ബംഗ്ലാവിന് പിന്നിലെ പുഴക്കടവിൽ എത്തി. ബംഗ്ലാവിലേക്ക് ഓടിക്കയറിയ ആര്യൻ കണ്ടത് മീരയുടെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നതാണ്. അകത്ത് ആകെ ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ. മീര അവിടെയില്ല. എന്നാൽ തറയിൽ രക്തം കൊണ്ട് ഒരു വലിയ അടയാളം വരച്ചിരിക്കുന്നു. അതൊരു ജിയോമെട്രിക് കോമ്പസിൻ്റെ രൂപമായിരുന്നു. സർ, ഇവിടെ നോക്കൂ. വിനു ഒരു വലിയ ബ്ലൂ പ്രിൻ്റ് കണ്ടെത്തി. അതൊരു പുതിയ ബിൽഡിങ്ങിൻ്റെ മാപ്പായിരുന്നു. പക്ഷേ അതിൽ ചില മുറികൾ ചുവന്ന മഷി കൊണ്ട് വെട്ടിയിട്ടിരിക്കുന്നു. ആ മാപ്പിന് മുകളിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. അവൾ സുരക്ഷിതയാണ് ആര്യൻ. ഇപ്പോൾ നീ രക്ഷിച്ച ശേഖർ വർമ്മ അന്ന് ആ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പണം കൊടുത്ത് വായടപ്പിച്ചു. നീതി ലഭിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഒരു വലിയ വീട് പണിയുന്നുണ്ട്. അതിൻ്റെ തറക്കല്ലിടാൻ മീരയുടെ ചോര വേണം. ആര്യൻ ആ മാപ്പ് സൂക്ഷിച്ചു നോക്കി. വിനു, ഇത് വെറുമൊരു മാപ്പല്ല. ഇത് കൊച്ചിയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്കൈലൈൻ ടവറിൻ്റെ പ്ലാനാണ്. ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ശേഖർ വർമ്മയാണ്. പെട്ടെന്ന് ആര്യൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. സ്ക്രീനിൽ മീരയെ ഒരു കോൺക്രീറ്റ് മിക്സിംഗ് മെഷീന് മുകളിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. മെഷീൻ കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വീഡിയോയിൽ മുഖം മറച്ച ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കയ്യിൽ ഒരു ശില്പിയുടെ ഉളി ഉണ്ടായിരുന്നു. ആര്യൻ, നീ ഒരു സമവാക്യം പരിഹരിച്ചു. പക്ഷേ നീ ഒരു ആർക്കിടെക്റ്റ് അല്ല. ഒരു കെട്ടിടം തകരാൻ എത്ര സമയം വേണമെന്ന് നിനക്കറിയാമോ? കൃത്യം ഒരു വെടിയുണ്ടയുടെ സമയം. നീ ഇപ്പോൾ സ്കൈലൈൻ ടവറിലേക്ക് വരിക. പക്ഷേ ഒരു നിബന്ധന, നിന്റെ കയ്യിൽ തോക്ക് പാടില്ല. നീ ഒറ്റയ്ക്ക് വരണം. ആര്യൻ വിനുവിനെ നോക്കി. വിനു, നീ ബാക്കപ്പുമായി വരൂ, പക്ഷേ ദൂരെ മാറി നിൽക്കണം. അവൻ എന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. മീരയുടെ ജീവൻ അപകടത്തിലാക്കാൻ എനിക്ക് കഴിയില്ല. ആര്യൻ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് ഓടി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. സ്കൈലൈൻ ടവറിൻ്റെ മുകളിൽ വലിയ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് ദൂരെ നിന്ന് കാണാം. അതൊരു മരണക്കെണിയാണെന്ന് ആര്യന് അറിയാമായിരുന്നു. എങ്കിലും അവന് പോകേണ്ടി വന്നു. ഭയം വിതയ്ക്കുന്നവൻ ആയുധങ്ങളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇരയുടെ ദൗർബല്യമാണ്.
മീരയുടെ ജീവൻ ഒരു കോൺക്രീറ്റ് മിക്സറിനുള്ളിലെ ചരലും സിമൻറ്റും പോലെ ഇല്ലാതാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. ആര്യൻ നമ്പ്യാർ ആ നിർമ്മാണത്തിലിരിക്കുന്ന വലിയ കെട്ടിടത്തിന് മുന്നിലെത്തുമ്പോൾ അവനെ കാത്തിരുന്നത് വെറുമൊരു കൊലയാളിയല്ല, മറിച്ച് താൻ പണ്ട് പരാജയപ്പെട്ട ഒരു കേസിലെ ജീവിക്കുന്ന പ്രേതമായിരുന്നു. മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്കൈലൈൻ ടവറിൻ്റെ 15-ാം നിലയിൽ വലിയ ഫ്ലഡ് ലൈറ്റുകൾ മിന്നിമറയുന്നു. ആര്യൻ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ കോണിപ്പടികളിലൂടെ വേഗത്തിൽ ഓടിക്കയറി. 15-ാം നിലയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. വലിയൊരു കോൺക്രീറ്റ് മിക്സിംഗ് ടാങ്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് തൊട്ടുമുകളിൽ ഒരു വടത്തിൽ കെട്ടി മീരയെ തൂക്കിയിട്ടിരിക്കുന്നു. വടം സാവധാനം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മീരയുടെ കാലുകൾ ആ മിശ്രിതത്തിൽ തൊട്ടു കഴിഞ്ഞു. ആര്യൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇരുളിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി. മഞ്ഞ റെയിൻകോട്ട് ധരിച്ച ഒരാൾ നിഴലുകളിൽ നിന്ന് പുറത്തു വന്നു. അവൻ്റെ മുഖം ഒരു പ്ലാസ്റ്റിക് മാസ്ക് കൊണ്ട് മറച്ചിരുന്നു. കയ്യിൽ ഒരു വെട്ടു മെഷീൻ കറങ്ങുന്നുണ്ട്. നിനക്ക് എന്നെ വേണമെങ്കിൽ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ആ പെൺകുട്ടിയെ വിട്ടയക്കൂ, ആര്യൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതത്ര എളുപ്പമല്ല ആര്യൻ. അന്ന് ആ ഡെൽറ്റ ആർക്കിടെക്റ്റ് ഓഫീസിൽ തീ പിടിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഇതേപോലെ സഹായത്തിനായി നിലവിളിച്ചിരുന്നു. അന്ന് നിനക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നീയും ശേഖർ വർമ്മയും ചേർന്ന് അതൊരു അപകടമാക്കി മാറ്റി. ഇന്ന് എനിക്ക് ഈ കെട്ടിടം പണിയണം, എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി. അതിന് മീരയുടെ ജീവൻ വേണം. ആര്യൻ പതുക്കെ അവൻ്റെ ചുറ്റും നിരീക്ഷിച്ചു. മിക്സറിൻ്റെ കൺട്രോൾ പാനൽ കൊലയാളിയുടെ തൊട്ടടുത്താണ്. നിന്റെ അച്ഛൻ ആർക്കിടെക്റ്റ് ശങ്കരൻ മേനോൻ. അദ്ദേഹം മരിച്ചത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ തെളിവുകളെല്ലാം ശേഖർ വർമ്മ നശിപ്പിച്ചു. നീ ഈ ചെയ്യുന്നത് നീതിയല്ല, പ്രതികാരമാണ്. ആര്യൻ അവനെ സംസാരത്തിൽ തളയ്ക്കാൻ ശ്രമിച്ചു. പ്രതികാരവും നീതിയും തമ്മിൽ നേർത്തൊരു വര മാത്രമേ ഉള്ളൂ ആര്യൻ. കൊലയാളി നിലവിളിച്ചു. അവൻ ഗ്രിൻഡിംഗ് മെഷീൻ ആര്യൻ്റെ നേരെ വീശി. ആര്യൻ ഒഴിഞ്ഞു മാറി. പക്ഷേ കൊലയാളി മിക്സറിൻ്റെ വേഗത കൂട്ടി. മീര കൂടുതൽ താഴേക്ക് പോയി. ആര്യൻ തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ മെറ്റൽ ബോൾ മിക്സറിൻ്റെ ഗിയറുകൾക്കിടയിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ മിക്സർ നിശ്ചലമായി. ഗിയറുകൾ തകർന്നു. കൊലയാളി ദേഷ്യത്തോടെ ആര്യൻ്റെ നേരെ പാഞ്ഞു വന്നു. അവർ തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. ആര്യൻ്റെ തോളിൽ മെഷീൻ തട്ടി ഒരു ചെറിയ മുറിവുണ്ടായി. ആര്യൻ ഒരു കിക്ക് നൽകി അവനെ ദൂരേക്ക് തെറിപ്പിച്ചു. കൊലയാളിയുടെ മാസ്ക് പകുതി നീങ്ങി. അവൻ്റെ കണ്ണിന് താഴെ വലിയൊരു തഴമ്പ് ആര്യൻ കണ്ടു. ആ തഴമ്പ് ആര്യന് പരിചിതമായിരുന്നു. നവീൻ, ആര്യൻ അമ്പരപ്പോടെ വിളിച്ചു. നവീൻ, ശങ്കരൻ മേനോൻ്റെ മകൻ, അന്ന് അപകടത്തിൽ മരിച്ചുവെന്ന് എല്ലാവരും കരുതിയ പയ്യൻ. നവീൻ ഒരു ക്രൂരമായ ചിരി ചിരിച്ചു. നീ എന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ നീ ഒരു കാര്യം മറന്നു. ഈ കെട്ടിടത്തിന് താഴെ ഞാൻ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. കൃത്യം 5 മിനിറ്റ് ഈ കെട്ടിടം തകരും. നീ മീരയെ രക്ഷിക്കണോ അതോ ഈ നഗരത്തെ രക്ഷിക്കണോ? നവീൻ കെട്ടിടത്തിൻ്റെ കൈവരിയിൽ നിന്ന് താഴേക്ക് ചാടി. അവൻ ഒരു പാരച്യൂട്ടോ വടമോ ഉപയോഗിച്ചിരിക്കണം. ആര്യൻ താഴേക്ക് നോക്കിയപ്പോൾ അവൻ ഇരുട്ടിൽ മറയുന്നത് കണ്ടു. ഇപ്പോൾ ആര്യന് മുന്നിൽ 2 ലക്ഷ്യങ്ങൾ. 5 മിനിറ്റിനുള്ളിൽ മീരയെ താഴെ എത്തിക്കണം, ഒപ്പം സ്ഫോടനം തടയണം. 5 മിനിറ്റ്. ഒരു നഗരത്തിൻ്റെ വിധി തീരുമാനിക്കാൻ 300 സെക്കൻഡുകൾ. ഒരു വശത്ത് തകർന്നു വീഴാറായ കെട്ടിടത്തിൻ്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടി, മറുവശത്ത് അടിത്തറയിൽ മിടിക്കൊണ്ടിരിക്കുന്ന മരണം. ആര്യൻ നമ്പ്യാർക്ക് മുന്നിൽ വഴികൾ അടയുകയാണ്. പക്ഷേ ഒരു വേട്ടക്കാരൻ ഒരിക്കലും തൻ്റെ ഇരയെ വിട്ടുകൊടുക്കില്ല. ആര്യൻ മീരയുടെ അടുത്തേക്ക് വേഗത്തിൽ പാഞ്ഞു. മിക്സർ ടാങ്കിന് മുകളിലെ വടം അറുത്തുമാറ്റി അവൻ മീരയെ താഴെ ഇറക്കി. അവൾ അബോധാവസ്ഥയിലായിരുന്നു. മീര, മീര, എഴുന്നേൽക്കൂ, ആര്യൻ വിളിച്ചു. സമയം 4 മിനിറ്റ്. പെട്ടെന്ന് ആര്യൻ്റെ വയർലെസ് ബെല്ലടിച്ചു. വിനുവായിരുന്നു അത്. സർ, ഞാൻ കെട്ടിടത്തിന് താഴെയുണ്ട്. ഇവിടെ മെയിൻ പില്ലറുകളിൽ ഡിജിറ്റൽ ബോംബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കിത് എങ്ങനെ ഡിഫ്യൂസ് ചെയ്യണമെന്ന് അറിയില്ല.
വിനു, പരിഭ്രമിക്കരുത്. ആ ബോംബുകളിൽ എത്ര വയറുകളുണ്ട്? സർ, 4 വയറുകൾ. ചുവപ്പ്, നീല, പച്ച, പിന്നെ കറുപ്പ്. പക്ഷേ അതിനു മുകളിൽ ഒരു ചെറിയ LED സ്ക്രീനിൽ ഒരു നമ്പർ തെളിയുന്നുണ്ട്. 9.81. ആര്യൻ ഒരു നിമിഷം ആലോചിച്ചു. 9.81. അത് ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യമാണ്. നവീൻ ഒരു ആർക്കിടെക്റ്റ് മാത്രമല്ല, അവൻ ഭൗതികശാസ്ത്രം കൊണ്ട് കളിക്കുകയാണ്. വിനു, ആ പില്ലറിന് മുകളിൽ ഒരു ചെറിയ സ്ക്രൂ ഉണ്ടാകും. അത് അയച്ചു നോക്കൂ. അതിനുള്ളിൽ ഒരു ലിക്വിഡ് സെൻസർ ഉണ്ടാകും. അത് അനങ്ങാതെ നോക്കണം. ആര്യൻ മീരയെ തോളിലെടുത്തുകൊണ്ട് കോണിപ്പടികളിലൂടെ താഴേക്കോടി. ഓരോ പടിയും ഇറങ്ങുമ്പോൾ കെട്ടിടം വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി. സമയം 2 മിനിറ്റ്. താഴെ എത്തിയപ്പോൾ ആര്യൻ കണ്ടത് വിനു ബോംബിനു മുന്നിൽ വിയർത്തു കുളിച്ച് നിൽക്കുന്നതാണ്. സർ, ഏത് വയറാണ് മുറിക്കേണ്ടത്? 60 സെക്കൻഡ് മാത്രം. ആര്യൻ ആ ബോംബിലേക്ക് സൂക്ഷിച്ചു നോക്കി. 9.81 എന്ന നമ്പറിന് താഴെ മറ്റൊരു വരി കൂടി തെളിഞ്ഞു വന്നു. വീഴുന്ന വസ്തുക്കൾക്ക് ഭാരമില്ല. വിനു, ഒരു വയറും മുറിക്കരുത്. ആര്യൻ അലറി. എന്താ സർ? അതൊരു കെണിയാണ്. നമ്മൾ ഏതെങ്കിലും വയർ മുറിച്ചാൽ ഉടനെ സ്ഫോടനം നടക്കും. ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ ആ സെൻസറിൽ ആർട്ടിഫിഷ്യലായി ഒരു സീറോ ഗ്രാവിറ്റി അവസ്ഥ ഉണ്ടാക്കണം. വിനു, ആ ബോംബിൻ്റെ ബോക്സ് പതുക്കെ പില്ലറിൽ നിന്ന് മാറ്റൂ. വിനു അത് ചെയ്തപ്പോൾ ആ ബോംബ് ബോക്സ് ഒരു വടത്തിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടു. വിനു, കൃത്യം 10-ാം സെക്കൻഡിൽ ഈ വടം മുറിക്കണം. ബോംബ് താഴേക്ക് വീഴുമ്പോൾ ആ 9.81 എന്ന മൂല്യം 0 ആകും. അപ്പോൾ സർക്യൂട്ട് കട്ടാകും. സമയം 10, 9, 8. ആര്യനും വിനുവും ശ്വാസമടക്കി നിന്നു. 3, 2, 1. വിനു വടം മുറിച്ചു. ബോംബ് ബോക്സ് താഴെയുള്ള മണൽ കൂനയിലേക്ക് വീണു. സ്ക്രീനിലെ ചുവന്ന വെളിച്ചം അണഞ്ഞു. സ്ഫോടനം നടന്നില്ല. മീര സാവധാനം കണ്ണു തുറന്നു. അങ്കിൾ, അവൾ കരഞ്ഞു. നീ സുരക്ഷിതയാണ് മോളെ, ആര്യൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആശ്വാസം അധികം നീണ്ടുനിന്നില്ല. ദൂരെ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. നവീനായിരുന്നു അത്. അവൻ അവിടെ തന്നെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. സർ, അവൻ രക്ഷപ്പെടുന്നു. വിനു തോക്കെടുത്ത് കാറിന് നേരെ വെടിയുതിർത്തു. പക്ഷേ അതൊരു ബുള്ളറ്റ് പ്രൂഫ് കാറായിരുന്നു. ആര്യൻ തൻ്റെ ബൈക്കിൽ അവനെ പിന്തുടരാൻ തയ്യാറെടുത്തു. വിനു, മീരയെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ. ബാക്കി ഫോഴ്സിനെ കടൽ തീരത്തേക്ക് വിടൂ. അവൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആര്യൻ നമ്പ്യാർ തൻ്റെ ബൈക്ക് ചീറിപ്പായിച്ചു. കൊച്ചി നഗരത്തിലെ രാത്രിയിലെ വിജനമായ റോഡുകളിലൂടെ ഒരു വലിയ വേട്ട തുടങ്ങുകയായിരുന്നു. മരണം ഒരു നിഴലായി പിന്തുടരുമ്പോൾ വേഗതയാണ് ഏക രക്ഷാകവചം. ബോംബ് ഭീഷണിയിൽ നിന്ന് നഗരത്തെ രക്ഷിച്ചെങ്കിലും ആര്യൻ നമ്പ്യാർക്ക് വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു. കൊച്ചിയിലെ ആൾത്തിരക്കില്ലാത്ത രാത്രി റോഡുകളിൽ ഒരു ബൈക്കും കാറും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു വേഗതയുടെ മത്സരമല്ല. അത് നീതിയും പ്രതികാരവും തമ്മിലുള്ള അവസാന യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു. നവീൻ്റെ കറുത്ത സെഡാൻ കാർ കൊച്ചി നഗരത്തിലെ ഇടവഴികളിലൂടെ മിന്നൽ വേഗത്തിൽ പായുകയാണ്. ആര്യൻ തൻ്റെ സ്പോർട്സ് ബൈക്കിൽ അവനെ ഒട്ടും വിടാതെ പിന്തുടരുന്നു. കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി നവീൻ പുറത്തേക്ക് വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. ആര്യൻ, നീ നിന്റെ മരണം ഇരന്നു വാങ്ങുകയാണ്. നവീൻ അലറി. ആര്യൻ ബൈക്ക് വെട്ടിച്ചു മാറ്റി വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടു. നവീൻ കാർ ഓടിച്ചു കയറ്റിയത് കൊച്ചിയിലെ പഴയ കണ്ടെയ്നർ ടെർമിനൽ റോഡിലേക്കാണ്. അവിടെ കൂറ്റൻ കണ്ടെയ്നറുകൾ മല പോലെ അടുക്കി വെച്ചിരിക്കുന്നു. ഒരു വലിയ ലബിരിന്ത് പോലെ ആ പ്രദേശം തോന്നിപ്പിച്ചു. പെട്ടെന്ന് നവീൻ കാർ നിർത്തി ഒരു കണ്ടെയ്നറിന് പിന്നിലേക്ക് ഓടിമറഞ്ഞു. ആര്യൻ ബൈക്ക് നിർത്തി തോക്കുമായി സാവധാനം മുന്നോട്ട് നീങ്ങി. നവീൻ, നിനക്കിനി എങ്ങോട്ടും പോകാൻ കഴിയില്ല. പ്രദേശം പോലീസ് വളഞ്ഞു കഴിഞ്ഞു. ആര്യൻ വിളിച്ചു പറഞ്ഞു. ഇരുട്ടിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി കേട്ടു. പോലീസോ? ആര്യൻ, നീ ഇത്രയും വലിയ വിഡ്ഢിയാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് രക്ഷപ്പെടാനല്ല, നിന്നെ ഒരു വലിയ സത്യം കാണിക്കാനാണ്. ഒരു കണ്ടെയ്നറിൻ്റെ വാതിൽ സാവധാനം തുറന്നു. അതിനുള്ളിൽ വലിയ സ്ക്രീനുകളും കമ്പ്യൂട്ടറുകളും സജ്ജീകരിച്ചിരുന്നു.
ആ സ്ക്രീനുകളിൽ കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ തെളിയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് നവീൻ? ആര്യൻ ചോദിച്ചു. ഇതൊരു ക്രൈം സീൻ മാത്രമല്ല ആര്യൻ, ഇതൊരു ലൈവ് വിചാരണയാണ്. നീ നോക്കൂ. നവീൻ ഒരു സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. അതൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ വീടായിരുന്നു. ആ വീടിന് മുന്നിൽ 10 ഇരട്ടി വേഗതയിൽ ഒരു ടൈമർ ഓടുന്നുണ്ട്. നീ വിചാരിച്ചത് സ്കൈലൈൻ ടവർ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യമെന്നോ? അല്ല, എൻ്റെ അച്ഛനെ കൊന്ന ആ തീപിടുത്തത്തിന് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ട്. ശേഖർ വർമ്മ വെറുമൊരു പാവം മാത്രമായിരുന്നു. യഥാർത്ഥ ആസൂത്രകൻ ആ സ്ക്രീനിലിരിക്കുന്ന മനുഷ്യനാണ്, മന്ത്രി പ്രതാപൻ. ആര്യൻ ഞെട്ടിപ്പോയി. പ്രതാപനോ? പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനാണെന്നല്ലേ നീ കരുതുന്നത്? ആർക്കിടെക്റ്റ് ഓഫീസ് കത്തിക്കാൻ ഉത്തരവിട്ടത് ഇയാളാണ്. ആ സ്ഥലത്ത് ഒരു വലിയ ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടിയായിരുന്നു അത്. ആര്യൻ, ഇപ്പോൾ എൻ്റെ കയ്യിലെ സ്വിച്ചുണ്ട്. ഇത് അമർത്തിയാൽ പ്രതാപൻ്റെ വീട് അടുത്ത സെക്കൻഡിൽ ചാരമാകും. നീ എന്നെ തടയുമോ? അതോ നീതി നടപ്പിലാക്കാൻ എന്നെ അനുവദിക്കുമോ? ആര്യൻ ഒരു വലിയ ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് ഒരു കുറ്റവാളിയായ മന്ത്രി, മറുവശത്ത് നിയമം കയ്യിലൊടുക്കുന്ന നവീൻ, നമുക്ക് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാം. നീ ഇത് ചെയ്യരുത്. ആര്യൻ മുന്നോട്ട് നടന്നു. കോടതിയോ? കോടതിയിൽ നീതി ലഭിക്കില്ലെന്ന് നിനക്കും എനിക്കും അറിയാം ആര്യൻ. നവീൻ സ്വിച്ചിൽ വിരൽ അമർത്താൻ ആഞ്ഞു. പെട്ടെന്നൊരു വെടിയുച്ച മുഴങ്ങി. ആര്യനല്ല വെടിവെച്ചത്. ദൂരെ ഒരു കണ്ടെയ്നറിന് മുകളിൽ നിന്ന് ഒരു സ്നൈപ്പർ ഷോട്ട് ആയിരുന്നു അത്. വെടിയുണ്ട നവീൻ്റെ കയ്യിൽ തെറിച്ചു. സ്വിച്ച് താഴെ വീണു. ആര്യൻ മുകളിലേക്ക് നോക്കി. അവിടെ ഒരു കറുത്ത വസ്ത്രം ധരിച്ച രൂപം നിൽക്കുന്നു. ആ രൂപം ആര്യനെ നോക്കി ഒന്ന് സല്യൂട്ട് ചെയ്ത ശേഷം മറഞ്ഞു. ആര്യൻ നവീൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. നവീൻ, ആരാണ് ആ വെടിവെച്ചത്? നവീൻ ചോരയൊലിപ്പിച്ചുകൊണ്ട് ചിരിച്ചു. അവർ നിന്നെയും എന്നെയും കൊല്ലാൻ വന്നവരാണ് ആര്യൻ. ദ ഗ്രേ ആർക്കിടെക്ട്സ്. അവർക്ക് സാക്ഷികളെ ഇഷ്ടമല്ല. നവീൻ ബോധരഹിതനായി. ആര്യൻ ആ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി. അതിലൊരു പുതിയ വിൻഡോ തുറന്നു വന്നു. അതിലെഴുതിയിരിക്കുന്നത് കണ്ട് ആര്യൻ്റെ ശ്വാസം നിലച്ചു. അടുത്തത് നിന്റെ ഊഴമാണ് ആര്യൻ നമ്പ്യാർ. ശത്രു മുന്നിലുണ്ടെങ്കിൽ നമുക്ക് പോരാടാം. എന്നാൽ ശത്രു നമുക്കിടയിൽ തന്നെയാണെങ്കിലോ? നവീൻ ഒരു കരു മാത്രമായിരുന്നു എന്ന് ആര്യൻ തിരിച്ചറിയുന്നു. ദ ഗ്രേ ആർക്കിടെക്ട്സ് എന്ന നിഗൂഢ സംഘം കൊച്ചി നഗരത്തിൻ്റെ അടിത്തറയിൽ പുതിയൊരു രക്തചരിത്രം എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. ആര്യൻ നമ്പ്യാർ ഇപ്പോൾ വേട്ടക്കാരനല്ല, അവൻ വേട്ടയാടപ്പെടുന്ന ഇരയാണ്. കണ്ടെയ്നർ ടെർമിനലിൽ ആര്യൻ തനിച്ചായിരുന്നു. നവീൻ ചോരയൊലിപ്പിച്ച് കിടക്കുന്നു. സ്നൈപ്പർ വെടിയുണ്ട ഉതിർത്ത ആ കറുത്ത രൂപം മാഞ്ഞു പോയിരിക്കുന്നു. ആര്യൻ ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. വിനു, എമർജൻസി ബാക്കപ്പ് വേണം. കണ്ടെയ്നർ ടെർമിനൽ സെക്ടർ 4. നവീൻ പരിക്കേറ്റ് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്നൈപ്പർ യൂണിറ്റ് എവിടെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യൂ. സർ, നമ്മുടെ സ്നൈപ്പർമാരെല്ലാം സിറ്റിയിൽ ഡ്യൂട്ടിയിലാണ്. ആരും ടെർമിനൽ ഭാഗത്തേക്ക് പോയിട്ടില്ല. വിനുവിൻ്റെ മറുപടി ആര്യനെ ഞെട്ടിച്ചു. അപ്പോൾ അത് പോലീസല്ല, കൊലയാളി സംഘത്തിൻ്റെ സ്വന്തം ഷൂട്ടറാണ്. ആര്യൻ ആ കമ്പ്യൂട്ടറിലെ ഡാറ്റ കോപ്പി ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എല്ലാ ഫയലുകളും സെൽഫ് ഡിസ്ട്രക്റ്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് കണ്ടെയ്നറിന് പുറത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. ആരോ പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നു. നവീൻ, എഴുന്നേൽക്കൂ. ആര്യൻ അവനെ തട്ടി വിളിച്ചു. അപ്പോഴാണ് കണ്ടെയ്നറിനുള്ളിൽ ഒരു ഗ്യാസ് നിറയാൻ തുടങ്ങിയത്. അതൊരു വിഷവാതകമായിരുന്നു. ആര്യൻ തൻ്റെ തൂവാലയെടുത്ത് മുഖം പൊത്തി. അവൻ ആ കണ്ടെയ്നറിൻ്റെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. പക്ഷേ അതൊരു ബുള്ളറ്റ് പ്രൂഫ് കണ്ടെയ്നർ ആയിരുന്നു. സമയം നീങ്ങുന്നു. ആര്യൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. അവൻ ആ കമ്പ്യൂട്ടർ ടേബിളിലിരുന്ന ഒരു അഗ്നിശമന ഉപകരണം എടുത്ത് ലോക്കിലേക്ക് ആഞ്ഞടിച്ചു. 3-ാം തവണത്തെ ആഘാതത്തിൽ വാതിൽ പാതി തുറന്നു. ആര്യൻ നവീനെ വലിച്ചു പുറത്തേക്കിട്ടു. ശുദ്ധവായു ശ്വസിച്ചപ്പോൾ ആര്യന് ജീവൻ തിരികെ ലഭിച്ചു എന്ന് തോന്നി. പക്ഷേ അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ചുറ്റും 10ഓളം കറുത്ത വസ്ത്രം ധരിച്ചവർ തോക്കുകളുമായി നിൽക്കുന്നു. അവർക്കിടയിലൂടെ ഒരാൾ നടന്നു വന്നു. വലിയൊരു സിഗാർ പുകച്ചുകൊണ്ട് അയാൾ ആര്യൻ്റെ മുന്നിൽ നിന്നു. അത് മന്ത്രി പ്രതാപൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി രാഘവനായിരുന്നു.
ആര്യൻ, നീ ഒരുപാട് ദൂരം വന്നു. അത്രയും ദൂരം വരാൻ ഞങ്ങൾ നിന്നെ അനുവദിച്ചു എന്നതാണ് സത്യം. നവീൻ, ഈ വിവരങ്ങളെല്ലാം നിനക്ക് നൽകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ നീയും ആ വിവരങ്ങളും ഈ നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. രാഘവൻ ക്രൂരമായി ചിരിച്ചു. രാഘവൻ, നീ പോലീസിനെ വെല്ലുവിളിക്കുകയാണോ? ആര്യൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. പോലീസോ? നിന്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പകുതി പേരും ഞങ്ങളുടെ ശമ്പള പട്ടികയിലാണ് ആര്യൻ. നീ ആരെയാണ് വിശ്വസിക്കുന്നത്? നവീനെ വെടിവെച്ച സ്നൈപ്പർ നിന്റെ തന്നെ കൂടെയുള്ള ഒരാളായിരുന്നു. ആര്യൻ സ്തംഭിച്ചു പോയി. തൻ്റെ കൂടെയുള്ളവരിൽ ഒരാൾ ചാരനാണോ? കൊല്ലൂ അവനെ, രാഘവൻ ഉത്തരവിട്ടു. തോക്കുകൾ ആര്യന് നേരെ നീണ്ടു. ആ നിമിഷം ദൂരെ നിന്ന് ഒരു പോലീസ് സൈറൺ കേട്ടു. പക്ഷേ അത് പോലീസ് ആയിരുന്നില്ല, അതൊരു ആംബുലൻസ് ആയിരുന്നു. ആംബുലൻസിനുള്ളിൽ നിന്ന് ആര്യൻ്റെ പഴയ സുഹൃത്തും ഫോറൻസിക് ഡോക്ടറുമായ അലക്സ് പുറത്തേക്ക് ചാടി. അലക്സ് ഒരു ചെറിയ സ്മോക്ക് ഗ്രനേഡ് എറിഞ്ഞു. പ്രദേശം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. ആ പുകയ്ക്കിടയിലൂടെ അലക്സ് ആര്യനെ ആംബുലൻസിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. അലക്സ്, നീ എങ്ങനെ? സംസാരിക്കാൻ സമയമില്ല ആര്യൻ. നിന്റെ സ്റ്റേഷനിലെ വിനു, അവൻ അപകടത്തിലാണ്. അവൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ആരോ അവനെ ആക്രമിച്ചു. എനിക്ക് ആ സിഗ്നൽ കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ആര്യൻ തൻ്റെ ഫോൺ നോക്കി. അതിൽ വിനു അയച്ച ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. സർ, മീരയെ ഹോസ്പിറ്റലിൽ നിന്ന് ആരോ തട്ടിക്കൊണ്ടുപോയി. ആ സ്നൈപ്പർ അത് അങ്ങയുടെ ഏറ്റവും അടുത്ത ആളാണ് സർ. വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് മെസ്സേജ് കട്ടായി. ആര്യൻ്റെ മനസ്സിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. പക്ഷേ അത് വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. വിശ്വാസം ഒരു ചില്ലുപാത്രം പോലെയാണ്. ഒരിക്കൽ തകർന്നാൽ പിന്നെ എത്ര ഒട്ടിച്ചാലും അതിൽ പഴയ ചിത്രം തെളിയില്ല. ആര്യൻ നമ്പ്യാർ തൻ്റെ ടീമിലെ ഓരോ മുഖവും ഓർത്തുവെക്കാൻ ശ്രമിച്ചു. തനിക്കൊപ്പം യൂണിഫോം ധരിച്ചവർ, തനിക്കൊപ്പം ഭക്ഷണം കഴിച്ചവർ. അവരിൽ ഒരാളാണ് തൻ്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്നത്. ആ ചതിയൻ ആരാണ്? അലക്സ് ഓടിച്ചിരുന്ന ആംബുലൻസ് കൊച്ചിയിലെ ഇടവഴികളിലൂടെ കുതിച്ചു. ആര്യൻ നമ്പ്യാർ നിശബ്ദനായിരുന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പരിക്കും തളർച്ചയുമല്ല, മറിച്ച് തൻ്റെ കൂടെയുള്ളവരിൽ ഒരാൾ തന്നെ ചതിച്ചു എന്ന തിരിച്ചറിവാണ് അവനെ തളർത്തിയത്. ആര്യൻ, നമ്മൾ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത്? അലക്സ് ചോദിച്ചു. വേണ്ട അലക്സ്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെന്നാൽ നമ്മൾ പിടിക്കപ്പെടും. നമുക്ക് വിനുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അവനാണ് അവസാനമായി ആ ചതിയൻ്റെ പേര് പറയാൻ ശ്രമിച്ചത്. വിനുവിൻ്റെ വാടക വീട്ടിലെത്തിയപ്പോൾ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. ആര്യൻ തോക്കുമായി അകത്തേക്ക് കടന്നു. തറയിൽ രക്തത്തുള്ളികൾ വീണ് കിടപ്പുണ്ട്. വിനു, ആര്യൻ വിളിച്ചു. അടുക്കളയിലെ മൂലയിൽ വിനു വീണ് കിടക്കുന്നു. അവൻ്റെ വയറ്റിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ആര്യൻ അവനെ താങ്ങി ഉയർത്തി. സർ, നിങ്ങൾ വന്നോ? വിനുവിൻ്റെ ശബ്ദം നേർത്തു പോയിരുന്നു. വിനു, സംസാരിക്കരുത്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകും. വേണ്ട സർ, സമയമില്ല. ആ സ്നൈപ്പർ അത് നമ്മുടെ സ്പെഷ്യൽ യൂണിറ്റിലെ സോമൻ അല്ല സർ. അത് നവീൻ പറഞ്ഞ ആ ഗ്രേ ആർക്കിടെക്ട്സ് അയച്ച ആളല്ല. അത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിലെ ഏറ്റവും വലിയ കണ്ണിയാണ് സർ. കമ്മീഷണർ. വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് വിനുവിൻ്റെ ശ്വാസം നിലച്ചു. ആര്യൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ തറയിൽ വീണു. തൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ വിനു പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറെ കുറിച്ചാണോ? കമ്മീഷണർ രാഘവൻ നായർ തൻ്റെ പിതൃതുല്യനായ വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെ ഒരു കൊലയാളി സംഘത്തിൻ്റെ ഭാഗമാകും? പെട്ടെന്ന് വീടിന് പുറത്ത് പോലീസ് വാഹനങ്ങളുടെ ശബ്ദം കേട്ടു. ചുവപ്പും നീലയും വെളിച്ചം ജനലുകളിലൂടെ മിന്നിമറഞ്ഞു. ആര്യൻ നമ്പ്യാർ, സറണ്ടർ ചെയ്യൂ. നിങ്ങൾക്കെതിരെ വിനുവിനെ കൊലപ്പെടുത്തിയതിനും ഡിപ്പാർട്ട്മെൻറ്റിനെ ചതിച്ചതിനും അറസ്റ്റ് വാറണ്ട് ഉണ്ട്. പുറത്തുനിന്നുള്ള അനൗൺസ്മെൻറ്റ് ആര്യനെ ഞെട്ടിച്ചു. അത് കമ്മീഷണറുടെ ശബ്ദമായിരുന്നു. ആര്യൻ ജനാലയിലൂടെ നോക്കി. 100 കണക്കിന് പോലീസുകാർ വീട് വളഞ്ഞിരിക്കുന്നു. താൻ ഒരു കൊലയാളിയായി മുദ്രകുത്തപ്പെട്ടിരിക്കുന്നു. ആര്യന് മനസ്സിലായി, ഇത് കമ്മീഷണർ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കെണിയാണ്. അലക്സ്, നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ. അവർക്ക് വേണ്ടത് എന്നെയാണ്. ആര്യൻ പറഞ്ഞു. ഇല്ല ആര്യൻ, ഞാൻ നിന്നെ വിട്ടു പോകില്ല. ആര്യൻ വിനുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഒരു മൈക്രോ ചിപ്പ് ശ്രദ്ധിച്ചു. വിനു മരിക്കുന്നതിനു മുൻപ് ആര്യന് നൽകാനായി കരുതിയ തെളിവ് അതായിരുന്നു.
ആര്യൻ അത് വേഗത്തിൽ തൻ്റെ പോക്കറ്റിലിട്ടു. എല്ലാവരും വെടിവെക്കാൻ തയ്യാറാകൂ. കമ്മീഷണറുടെ ഉത്തരവ് പുറത്തു വന്നു. ആര്യൻ വീടിൻ്റെ പിൻവാതിൽ വഴി പുറത്തേക്ക് ഓടി. വെടിയുണ്ടകൾ അവന് ചുറ്റും തുളച്ചു കയറി. അവനടുത്തുള്ള മതിലും ചാടി ഇരുട്ടിലേക്ക് മറഞ്ഞു. അവൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ അവനെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. സിറ്റിയിലെ ഒരു പഴയ ഗോഡൗണിൽ അഭയം പ്രാപിച്ച ആര്യൻ തൻ്റെ ലാപ്ടോപ്പിൽ ആ ചിപ്പ് പരിശോധിച്ചു. അതിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. അത് 5 വർഷം മുൻപ് നടന്ന ആർക്കിടെക്റ്റ് ഓഫീസിന് തീപിടുത്തത്തിൻ്റെ ഒറിജിനൽ CCTV ദൃശ്യമായിരുന്നു. ആ വീഡിയോയിൽ കണ്ട കാഴ്ച ആര്യൻ തളർത്തിക്കളഞ്ഞു. ആ ഓഫീസിന് തീയിട്ടത് ശേഖർ വർമ്മയോ മന്ത്രി പ്രതാപനോ ആയിരുന്നില്ല. അതൊരു പോലീസുകാരനായിരുന്നു, കമ്മീഷണർ രാഘവൻ നായർ. അദ്ദേഹം തന്നെയായിരുന്നു ആ ഗ്രേ ആർക്കിടെക്റ്റിൻ്റെ തലവൻ. നിങ്ങൾ വളർത്തിയ സിംഹം നിങ്ങൾക്ക് നേരെ തന്നെ തിരിയുമ്പോൾ മാത്രമേ അതിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയൂ. കമ്മീഷണർ രാഘവൻ നായർ വിചാരിച്ചത് ആര്യനെ ഒരു കുറ്റവാളിയാക്കി മുദ്രകുത്തി നിശബ്ദനാക്കാം എന്നാണ്. പക്ഷേ ആര്യൻ നമ്പ്യാർ ഇപ്പോൾ ഒരു ഓഫീസറല്ല, നീതിക്ക് വേണ്ടി വേട്ടയാടുന്ന ഒരു പ്രേതമാണ്. ഒളിച്ചിരിക്കാൻ അവൻ പഠിച്ചിട്ടില്ല, ആക്രമിക്കാനാണ് അവൻ ഒരുങ്ങുന്നത്. ഇരുണ്ട ഗോഡൗണിനുള്ളിൽ ആര്യൻ തൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടി. വേദനയേക്കാൾ കൂടുതൽ അവൻ്റെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ കനലായിരുന്നു. ലാപ്ടോപ്പിലെ വീഡിയോ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും അവൻ കണ്ടു. കമ്മീഷണർ രാഘവൻ നായർ ആർക്കിടെക്റ്റ് ഓഫീസിന് തീയിടുന്നത് വളരെ വ്യക്തമാണ്. എന്തിനാണ് സർ നിങ്ങളിത് ചെയ്തത്? ആര്യൻ സ്വയം ചോദിച്ചു. ആ വീഡിയോയുടെ അവസാനം ആര്യൻ ഒരു ശബ്ദം കേട്ടു. കമ്മീഷണർ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. പണി കഴിഞ്ഞു, ഇനി ആ പ്ലാൻ നമുക്ക് സ്വന്തമാക്കാം. ഈ നഗരത്തിൻ്റെ പുതിയ ആർക്കിടെക്റ്റ് ഇനി നമ്മളാണ്. ആര്യന് ഒരു കാര്യം പിടികിട്ടി. അതൊരു വെറും തീപിടുത്തമായിരുന്നില്ല. കൊച്ചി നഗരത്തിൻ്റെ ഭാവി വികസനത്തിനായി തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ആ കൊലപാതകങ്ങൾ. ആ പ്ലാൻ ഉപയോഗിച്ച് നഗരത്തിലെ പ്രധാന ഭൂമികൾ തട്ടിയെടുക്കാനായിരുന്നു ഗ്രേ ആർക്കിടെക്ട്സ് ലക്ഷ്യമിട്ടത്. പെട്ടെന്ന് ആര്യൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അത് അലക്സ് ആയിരുന്നു. ആര്യൻ കമ്മീഷണർ മീരയെ കടവന്ത്രയിലെ പഴയ പോലീസ് ആസ്ഥാനത്തിന് താഴെയുള്ള രഹസ്യ അറയിൽ തടവിലാക്കിയിരിക്കുകയാണ്. അവിടെയാണ് അവരുടെ കൺട്രോൾ റൂം. നീ അങ്ങോട്ട് വരരുത്, അതൊരു ചതിക്കുഴിയാണ്. ആര്യൻ പുഞ്ചിരിച്ചു. ചതിക്കുഴികൾ എനിക്ക് പുത്തരിയല്ല, അലക്സ്. ആര്യൻ കമ്മീഷണറുടെ വയർലെസ് ഫ്രീക്വൻസി ഹാക്ക് ചെയ്തു. സിറ്റിയിലെ എല്ലാ പോലീസ് വാഹനങ്ങളിലും ആര്യൻ്റെ ശബ്ദം മുഴങ്ങി. കമ്മീഷണർ രാഘവൻ നായർ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ വിനുവിനെ കൊന്നു, നവീനെ കൊന്നു, എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളെ ചതിച്ചു. ഇപ്പോൾ നിങ്ങൾ മീരയെ തടവിലാക്കിയിരിക്കുന്നു. ഞാൻ വരുന്നുണ്ട്, നിയമത്തിൻ്റെ വഴിയല്ല, നിങ്ങളുടെ വഴിയെ തന്നെ. ഈ നഗരം ഇന്ന് രാത്രി നിങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് കാണും. ആര്യൻ കമ്മീഷണർ ഓഫീസിൻ്റെ സെർവർ റൂമിലേക്ക് ഒരു വൈറസ് കടത്തിവിട്ടു. സിറ്റിയിലെ എല്ലാ ട്രാഫിക് സിഗ്നലുകളും കമ്മീഷണറുടെ വസതിയിലെ വൈദ്യുതിയും ഒരേ സമയം നിലച്ചു. നഗരം ഇരുട്ടിലായി. ആ ഇരുട്ടിൻ്റെ മറവിൽ ആര്യൻ കടവന്ത്രയിലെ ബങ്കറിന് മുന്നിലെത്തി. അവിടെ കനത്ത സുരക്ഷയായിരുന്നു. കമ്മീഷണറുടെ പേഴ്സണൽ കമാൻഡോകൾ തോക്കുകളുമായി നിലയുറപ്പിച്ചിരുന്നു. ആര്യൻ ഒരു സ്മോക്ക് ബോംബ് എറിഞ്ഞു. പുകമറയ്ക്കുള്ളിലൂടെ അവൻ മിന്നൽ വേഗത്തിൽ നീങ്ങി. ഓരോ കമാൻഡോയെയും അവൻ നിശബ്ദനായി കീഴ്പ്പെടുത്തി. ഒടുവിൽ അവൻ ആ വലിയ ഇരുമ്പ് വാതിലിന് മുന്നിലെത്തി. വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയ ആര്യൻ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. മീര അവിടെയുണ്ട്. പക്ഷേ അവൾക്ക് ചുറ്റും ബോംബുകളല്ല, മറിച്ച് ഡസൻ കണക്കിന് കമ്പ്യൂട്ടർ സെർവറുകളാണ്. കമ്മീഷണർ രാഘവൻ നായർ ശാന്തനായി ഒരു വലിയ കസേരയിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വൈൻ ഉണ്ടായിരുന്നു. നീ എത്തി. നിന്റെ ധൈര്യത്തെ ഞാൻ എപ്പോഴും പ്രശംസിച്ചിട്ടുണ്ട് ആര്യൻ. പക്ഷേ നീ ഒരു കാര്യം മറന്നു. ഈ ലോകം പ്രവർത്തിക്കുന്നത് നീതിയിലല്ല, അധികാരത്തിലാണ്. കമ്മീഷണർ എഴുന്നേറ്റു. അധികാരം ഒരു ചീട്ടുകൊട്ടാരമാണ് സർ. ഒരു കാറ്റടിച്ചാൽ അത് തകരും. വിനു മരിക്കുന്നതിനു മുൻപ് എനിക്ക് നൽകിയ ആ ചിപ്പ് ഇപ്പോൾ മീഡിയയുടെ കൈകളിലാണ്. കൃത്യം 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ ഓഫീസിന് തീയിടുന്ന ദൃശ്യങ്ങൾ കേരളം കാണും. കമ്മീഷണറുടെ മുഖത്തെ ചിരി മാഞ്ഞു. നീ അത് ചെയ്യില്ല ആര്യൻ. കാരണം നീ അത് ചെയ്താൽ ഈ നഗരത്തിലെ ബാങ്കുകളുടെയും ഗവൺമെൻറ് വെബ്സൈറ്റുകളുടെയും നിയന്ത്രണം എൻ്റെ വൈറസ് ഏറ്റെടുക്കും. ഈ നഗരം സാമ്പത്തികമായി തകരും. നീ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുമോ അതോ ഈ നഗരത്തെ രക്ഷിക്കുമോ? ആര്യൻ തൻ്റെ തോക്ക് കമ്മീഷണറുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി. ഞാൻ രണ്ടും ചെയ്യും സർ.
കാരണം ഈ നഗരത്തിൻ്റെ ആർക്കിടെക്റ്റ് നിങ്ങളല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. പെട്ടെന്ന് ബങ്കറിനുള്ളിൽ വലിയൊരു സൈറൺ മുഴങ്ങി. ആരോ പുറത്തുനിന്ന് ബങ്കർ ലോക്ക് ചെയ്തു. ചില യുദ്ധങ്ങൾ ജയിക്കുന്നത് തോക്കുകൾ കൊണ്ടല്ല, ആത്മവിശ്വാസം കൊണ്ടാണ്. കമ്മീഷണർ രാഘവൻ നായർ തൻ്റെ അവസാനത്തെ അടവ് പുറത്തെടുക്കുമ്പോൾ ആര്യൻ നമ്പ്യാർക്ക് മുൻപിൽ 2 വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഈ നഗരത്തിൻ്റെ പതനം കാണുക, അല്ലെങ്കിൽ സ്വന്തം ജീവിതം പണയം വെച്ച് നീതി നടപ്പാക്കുക. ബങ്കർ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. മരണം തൊട്ടടുത്ത്. ബങ്കർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തത് മറ്റാരുമായിരുന്നില്ല, അത് അലക്സ് ആയിരുന്നു. സ്ക്രീനിൽ അലക്സിൻ്റെ മുഖം തെളിഞ്ഞു. ക്ഷമിക്കണം ആര്യൻ സർ. ക്ഷമിക്കണം സർ. അലക്സിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഗ്രേ ആർക്കിടെക്ട്സ് എൻ്റെ കുടുംബത്തെ തടവിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് പുറത്തു കടക്കരുത് എന്നാണ് അവരുടെ ഉത്തരവ്. ഈ ബങ്കർ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഒരു ശവപ്പറമ്പായി മാറും. കമ്മീഷണർ രാഘവൻ നായർ പൊട്ടിച്ചിരിച്ചു. കണ്ടോ ആര്യൻ, ഞാൻ പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുന്ന ഓരോരുത്തരും വിൽക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്നവരാണെന്ന്. അലക്സ് പോലും. ആര്യൻ മീരയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ കെട്ടുകൾ അഴിച്ചു. മീര, പേടിക്കണ്ട, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും. ആര്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചിപ്പ് കമ്മീഷണറുടെ മെയിൻ സെർവറിലേക്ക് കുത്തിവെച്ചു. സർ, നിങ്ങൾ കരുതിയത് വിനു തന്നത് വെറും വീഡിയോ തെളിവ് മാത്രമാണെന്നാണ്. അല്ല, നിങ്ങളുടെ സിസ്റ്റത്തെ തകർക്കാനുള്ള കൗണ്ടർ വൈറസ് കൂടി അതിലുണ്ടായിരുന്നു. പെട്ടെന്ന് സ്ക്രീനുകൾ ചുവന്ന നിറത്തിലായി. കമ്മീഷണർ പരിഭ്രമിച്ചു. നീ എന്ത് ചെയ്തു? നിങ്ങളുടെ വൈറസ് നഗരത്തെ തകർക്കുന്നതിനു മുൻപ് ഈ ചിപ്പ് നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്യും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, നിങ്ങളുടെ രഹസ്യരേഖകൾ എല്ലാം. നിങ്ങളിപ്പോൾ വെറുമൊരു സാധാരണക്കാരൻ മാത്രമാണ്. ദേഷ്യമൂത്ത കമ്മീഷണർ തൻ്റെ തോക്കെടുത്ത് ആര്യനു നേരെ വെടിയുതിർത്തു. ആര്യൻ ഒഴിഞ്ഞുമാറി. അവർ തമ്മിൽ മാരകമായ ഒരു മൽപ്പിടുത്തം നടന്നു. ആര്യൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് കമ്മീഷണറെ കീഴ്പ്പെടുത്തി. ഇത് വിനുവിന് വേണ്ടി, ഇത് നവീൻ്റെ അച്ഛന് വേണ്ടി, ഇത് ഈ നഗരത്തിന് വേണ്ടി. ഓരോ പ്രഹരത്തിലും ആര്യൻ അലറി. അപ്പോഴാണ് അലക്സ് ബങ്കറിൻ്റെ വാതിൽ റിമോട്ട് വഴി തുറന്നത്. ആര്യൻ, വേഗം പുറത്തിറങ്ങൂ, പോലീസ് ബാക്കപ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ സൈബർ സെല്ലിനെ വിവരമറിയിച്ചു. ആര്യൻ മീരയെയും കൂട്ടി പുറത്തേക്കോടി. പുറത്ത് വിപുലമായ പോലീസ് സന്നാഹം എത്തിയിരുന്നു. മന്ത്രി പ്രതാപനും രാഘവനും ഇതിനോടകം തന്നെ അറസ്റ്റിലായി കഴിഞ്ഞിരുന്നു. കമ്മീഷണർ രാഘവൻ നായർ ബങ്കറിനുള്ളിൽ തനിച്ചായി. തൻ്റെ സാമ്രാജ്യം തകരുന്നത് കണ്ട അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന തോക്ക് സ്വന്തം നെറ്റിയിലേക്ക് ചലിപ്പിച്ചു. ഒരു വെടിയൊച്ച ബങ്കറിനുള്ളിൽ പ്രതിധ്വനിച്ചു. മാസങ്ങൾക്ക് ശേഷം കൊച്ചി നഗരം പഴയപടി ശാന്തമായി. സ്കൈലൈൻ ടവറിൻ്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്തു. അതിന് ശങ്കർ മേനോൻ മെമ്മോറിയൽ എന്ന് പേരിട്ടു. മീര ഇപ്പോൾ അഞ്ജലിയുടെ സംരക്ഷണയിൽ സുരക്ഷിതയാണ്. ആര്യൻ നമ്പ്യാർ വിനുവിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ ഒരു കറുത്ത റോസാപ്പൂ വെച്ചു. അവൻ തൻ്റെ യൂണിഫോം പതുക്കെ ശരിയാക്കി. സർ, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്, പിന്നിൽ നിന്ന് ഒരു സിവിൽ പോലീസ് ഓഫീസർ പറഞ്ഞു. ആര്യൻ തിരിഞ്ഞു നോക്കി. അത് വിനുവിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു. ആര്യൻ പുഞ്ചിരിച്ചു. നമുക്ക് പോകാം. ഈ നഗരത്തിന് കാവൽ നിൽക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ ആരുണ്ടാകും? ആര്യൻ തൻ്റെ ജീപ്പിലേക്ക് കയറി. നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് അവൻ മറയുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ പഴയൊരു ഡയറി ഉണ്ടായിരുന്നു. അതിലെ അവസാന പേജിൽ ഒരു പുതിയ അടയാളം ആര്യൻ കണ്ടു. അതൊരു ചതുരമായിരുന്നു. അതെ, വേട്ട അവസാനിച്ചിട്ടില്ല. പുതിയൊരു ആർക്കിടെക്റ്റ് ജനിച്ചിരിക്കുന്നു.